പല ഉസ്താക്കന്മാരും പറഞ്ഞിട്ടുണ്ട് തൗഹീദാണ് പ്രധാനമെന്ന്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരട്ടെ. നമ്മൾ അകാരണമായി വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന് ഇരയായ വ്യക്തി നമുക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, അഥവാ നമുക്ക് മാപ്പ് നൽകിയില്ലെങ്കിൽ, സൃഷ്ടാവായ തമ്പുരാൻ നമുക്ക് മാപ്പ് നൽകില്ല. അപ്പോൾ നമുക്ക് എന്ത് തൗഹീദ് ഉണ്ടെങ്കിലും, നമ്മളെല്ലാ ഇബാദത്തുകളും കറക്റ്റായിട്ട് നിർവഹിക്കുന്നവരാണെങ്കിലും ആ വ്യക്തി പുറത്തു തരാതെ അള്ളാഹു നമുക്ക് പുറത്തു തരില്ല. അപ്പോൾ തൗഹീദ് സ്വീകരിക്കണമെങ്കിൽ ഈ പറയുന്ന സ്വഭാവങ്ങൾ ക്ലിയർ ആക്കണം. എത്ര ഉസ്താദുമാരാണ് മറ്റുള്ളവരുടെ കണ്ണീരിന് കാരണക്കാരായിട്ട് തൗഹീദ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും പരിശുദ്ധമായ മിമ്പറുകളിൽ ഖുത്ബ പറയുന്നത്. എത്ര മതമേലധ്യക്ഷന്മാരാണ് ഇതുപോലെ അക്രമികളായിട്ടുള്ള പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർക്ക് പരിശുദ്ധമായ മിമ്പറുകൾ കൊടുത്തിട്ട് അവർക്ക് മതം വിൽക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് ശാന്തിയുടെ, സമാധാനത്തിന്റെ, കാരുണ്യത്തിന്റെ ആദർശമാണെന്ന് പറയുക?